നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ആരോഗ്യമന്ത്രിയുടെ അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രാഷ്ട്രീയ സംഘടനകൾ കൊടികെട്ടേണ്ട സ്ഥലമല്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രികളിൽ ബാനറും കൊടിയും വെച്ച് ഇനി ഭക്ഷണം വിതരണം ചെയ്യാൻ അനുവദിക്കില്ല എന്നും പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ആരംഭിക്കുമെന്നും ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംഘടനകൾക്ക്, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നൽകാം. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ ആശുപത്രികളിൽ നേരിടുന്ന സ്റ്റാഫ് ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണും. നിലവിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനം തൃപ്തികരമല്ല. കഴിഞ്ഞ 10 വർഷത്തെ HDS പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ ഓഡിറ്റിംഗ് നടത്തും. ആശുപത്രി പരിസരങ്ങളിലെ സ്വകാര്യ ആംബുലൻസുകളുടെ അനാവശ്യ ഇടപെടലുകളും സർവീസുകളും തടയും എന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഞായറാഴ്ച മുതൽ 1 വർഷത്തേക്കാണ് കരാർ. യൂണിറ്റിന് 5 രൂപ 96 പൈസ എന്ന നിരക്കിൽ രാത്രികാല ആവശ്യത്തിനായാണ് വൈദ്യുതി വാങ്ങുക. വൈദ്യുതി ക്ഷാമം ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ സംസ്ഥാനത്ത് പുതിയ വൈദ്യുത പദ്ധതികളുടെ സാധ്യതകൾ വിശദമായി പഠിക്കുമെന്ന് KSEB ചെയർമാൻ ഡോക്ടർ MG രാജമാണിക്യം അറിയിച്ചു. ചീമേനി താപവൈദ്യുത നിലയവും ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയും പഠന പരിധിയിൽ ഉൾപ്പെടുമെന്നും എന്നാൽ തുടർ നടപടികൾ സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ഭാരം ഉണ്ടാകാതിരിക്കാനാണ് ബോർഡിന്റെ ശ്രമമെന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നാലും നിലവിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്നും ചെയർമാൻ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമത്തിന് മഴ ശക്തിപ്പെടുകയും അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. എൽനിനോ പ്രതിഭാസവും ആശങ്ക ഉയർത്തുന്ന ഘടകമായി തുടരുകയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ദീർഘകാല പദ്ധതികൾ സംബന്ധിച്ച വ്യക്തമായ ചർച്ചകൾ നടക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാകുന്നുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു അറിയിപ്പ്, ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് തിങ്കളാഴ്ച സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേർ വിളിക്കുന്നുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീൻ. അവധി നൽകണമോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മന്ത്രി അറിയിച്ചു. അധ്യയന ദിവസങ്ങൾ കുറയുന്നത് പ്രയാസമാണ്, അതിന് പകരം ദിവസം നൽകേണ്ടി വരും. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാനില്ല എന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം അർദ്ധരാത്രിയിൽ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ കായിക വിനോദങ്ങളോടുള്ള താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കണമെന്ന് പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം ആവശ്യപ്പെട്ടു. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം മുതൽ വടക്ക് ലക്ഷദ്വീപ് പ്രദേശം വരെ, വടക്കൻ തമിഴ്നാട്, തെക്കൻ ഉൾനാടൻ കർണാടക, വടക്കൻ കേരളം വഴി സമുദ്രനിരപ്പിൽ നിന്ന് 7.6 കിലോമീറ്റർ ഉയരത്തിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 21 ചൊവ്വാഴ്ച വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ വാർഷിക മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ 17-ാം തീയതി മുതൽ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30-ാം തീയതി വരെയാണ് മസ്റ്ററിംഗിനായുള്ള തീയതി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ നിലവിലില്ല എന്നുള്ള ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ തടയും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ഗുണഭോക്താക്കളും തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ മസ്റ്ററിംഗിൽ പങ്കെടുക്കുകയും വേണം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഏറെക്കുറെ മുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെയും ഇതിനെ സംബന്ധിച്ച് ഒരു തുടർ നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഈ ഒരു പെൻഷൻ ഇനി ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.
തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ കുടിശ്ശികയും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. നിലവിലെ സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുക സാധ്യമല്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതിയൊക്കെ ആരംഭിച്ച സാഹചര്യത്തിൽ അതുതന്നെ ഒരു ബാധ്യത വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പണവും സർക്കാർ കണ്ടെത്തേണ്ട സാഹചര്യവും നിലവിലുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.